വേണ്ടാത്തൊരാളെ പാലക്കാട്ട് ജനങ്ങൾ താങ്ങണം. അത് പാലക്കാട്ട് ജനങ്ങൾ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. കോൺഗ്രസ്സിന് വേണ്ടാത്തവരെ പാലക്കാട്ടെ ജനപ്രതിനിധിയായിട്ട് സഹിക്കാൻ പാലക്കാട്ടെ ജനങ്ങളും സന്നദ്ധമല്ല. അതുകൊണ്ട് അദ്ദേഹം അതുകൂടി ഒഴിവാക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അതെ, കാരണം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് അദ്ദേഹം പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ അവർ പറഞ്ഞത്. അവർ പറഞ്ഞിട്ടാണല്ലോ രാജിവെച്ചത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കാൻ അർഹനല്ലാത്ത ഒരാൾക്ക് പാലക്കാട്ടെ MLA ആയിരിക്കാൻ എന്താ അർഹത? അതുകൊണ്ട് അദ്ദേഹം അതുകൂടി ഒഴിയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണം. അതാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അദ്ദേഹം ഒഴിഞ്ഞിട്ടില്ലെങ്കിലും പാലക്കാട്ടെ ജനങ്ങൾ ഈ വിദ്വാനെ ഇനി സഹിക്കും എന്ന് വിചാരിക്കേണ്ട. MLA ആയിട്ട് അദ്ദേഹത്തെ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല, സഹിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ സ്ഥിതി ഉണ്ടാകുന്നതിന് മുമ്പ് MLA സ്ഥാനം കൂടി രാജിവെക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങേണ്ടി വരും അത് നടപ്പാക്കുന്നതിന് വേണ്ടി. ഓക്കെ, മറ്റൊരു കാര്യം, ഇന്നലെ ഒരു സ്ഫോടനം നടന്നു പാലക്കാട് മൂത്താന്തറയിലെ ഒരു സ്കൂളിൻ്റെ അകത്താണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നത്. ആ സ്കൂൾ എന്ന് പറയുന്നത് RSSൻ്റെ ശാഖ രാവിലെയും വൈകിട്ടും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ BJP തന്നെ പറയുന്നത് അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഗണേശോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ആക്രമണമാണെന്ന് കരുതുന്നു എന്നുള്ളതാണ് BJP RSS അതിൽ പറയുന്നത്. RSS നേതൃത്വം കൊടുക്കുന്ന വിദ്യാനികേതൻ സംഘടനയുടെ നേതൃത്വത്തിലുള്ള RSS മാനേജ്മെൻറ്റിലുള്ള ഒരു വിദ്യാലയമാണ് ഈ സ്ഫോടനം നടന്ന സ്കൂൾ. നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം, പാലക്കാട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം, ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലം വേറെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിട്ടുള്ള ഒരു RSS കേന്ദ്രമാണ്. അവിടെ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നതിൽ എന്ത് ഗൂഢാലോചനയാണ്